സ്പായിൽ പോയത് ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി CPOയിൽ നിന്ന് 4 ലക്ഷം രൂപ തട്ടിയ കേസിൽ SIക്കെതിരെ നടപടി. എറണാകുളം പാലാരിവട്ടം സ്റ്റേഷനിലെ SI KK ബൈജുവിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ബൈജുവിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. ബൈജുവിന്റെ കൂട്ടാളി കൊച്ചി സ്വദേശി ഷിഹാമിനെ അറസ്റ്റ് ചെയ്തു. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നവമി, സഹപ്രവർത്തകൻ മറ്റൊരു സ്റ്റേഷനിലാണെങ്കിൽ പോലും പോലീസുകാരനാണ്. അദ്ദേഹത്തെയാണ് വഞ്ചിച്ച് 4 ലക്ഷം രൂപ തട്ടിയെടുത്തത്. അതും ഒരു സ്പായിലെ ജീവനക്കാരെ കൂട്ടുനിർത്തി. ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ആദ്യം ഈ കേസിന്റെ വിശദാംശം. എന്തായാലും പോലീസ് സേനയ്ക്ക് തന്നെ വലിയ നാണക്കേടായ ഒരു സംഭവം തന്നെയാണ് പാലാരിവട്ടം SI ബൈജുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും പോലീസ് നടപടി എന്നോണം, വകുപ്പ് തല നടപടി എന്നോണം ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സെൻട്രൽ പോലീസ് നൽകിയ, സെൻട്രൽ ACP കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണർ ഈ SI ബൈജുവിനെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്നത്. അതിന്റെ സാഹചര്യത്തിൽ ബൈജുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ബൈജു ഒളിവിലാണ്. ബൈജുവിന്റെ അറസ്റ്റിലേക്ക് കടക്കാൻ തന്നെയാണ് പാലാരിവട്ടം പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അത്രയേറെ നാണക്കേടുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. ഈ സ്പായുടെ മറവിൽ വലിയൊരു ചതി തന്നെയാണ് സ്വന്തം സഹപ്രവർത്തകരെതിരെ ചെയ്തത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തലും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കടുത്ത നടപടികളിലേക്ക് കടക്കുവാനും പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള നിർദ്ദേശം തന്നെയാണ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നും പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ തുടർന്നാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ SI ബൈജുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വിവരം പോലീസിൽ നിന്നും ലഭിക്കുന്നത്. ബൈജു ഇപ്പോൾ ഒളിവിലാണ്. ബൈജുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഇതിൽ 2ാം പ്രതിയായിട്ടുള്ള ഷിഹാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പരാതിക്കാരിയെ, അതായത് ഈ സ്പായിലെ ജീവനക്കാരിയായ രമ്യയും ഒളിവിലാണ്. രമ്യയും കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ ഈ വാർത്ത അറിഞ്ഞതാണ്. അതായത് CPO ഒരു സ്പായിൽ പോകുന്നു. പാലാരിവട്ടത്തുള്ള ഒരു സ്പായാണ്, റോയൽ ആയുർവേദിക് എന്ന ഒരു സ്പാ. ആ സ്പായിലേക്ക് പോകുന്നു. സ്പായിൽ പോയി തിരിച്ചു മടങ്ങും വഴി ഈ രമ്യ എന്ന അവിടുത്തെ ജീവനക്കാരി CPO വിളിച്ചു പറയുന്നു തൻ്റെ മാല കാണാനില്ല. ആ മാല CPO ആണ് മോഷ്ടിച്ചത്. ഈ മാല തിരികെ നൽകണം, ഇല്ല എന്നുണ്ടെങ്കിൽ പോലീസിൽ പരാതി നൽകും, പാലാരിവട്ടം പോലീസിൽ പരാതി നൽകുമെന്ന് പറയുന്നു. CPO പറയുന്നു താൻ അങ്ങനെ ഒരു മാല എടുത്തിട്ടില്ല, തങ്ങൾ പരാതി കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, തന്നെ അങ്ങനെ ഒരു മാല താൻ എടുത്തിട്ടില്ല എന്ന് ആവർത്തിച്ച് CPO പറയുന്നുണ്ട്. ഉടനെ ഈ യുവതി പാലാരിവട്ടം പോലീസിന് പരാതി നൽകുന്നുണ്ട്. SI ബൈജു ഈ വിഷയത്തിൽ ഇടപെടുകയും CPOയെ വിളിച്ച ഭാര്യയോട് ഇക്കാര്യം പറയും, ആ മാല കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പകരം പണമായിട്ടെങ്കിലും ആ യുവതിക്ക് തിരികെ നൽകൂ, കുടുംബം അറിഞ്ഞാൽ വലിയ നാണക്കേടാണ്, ഭാര്യ അറിഞ്ഞാൽ നാണക്കേടാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. CPO ഈ ഭീഷണിക്ക് വഴങ്ങി 4 ലക്ഷം രൂപയാണ് ഈ യുവതിക്ക് പല ഘട്ടങ്ങളിലായി കൊടുത്തത്. 9 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. അത്രയും പണം തൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് 4 ലക്ഷം രൂപ പല തവണയായി ഈ രമ്യ എന്ന യുവതിക്ക് CPO നൽകുന്നു. ഇതിനെ തുടർന്ന് പിന്നീട് CPOക്ക് SIയുടെ ചില നടപടികളിൽ അല്ലെങ്കിൽ സംസാരത്തിൽ സംശയം തോന്നി. CPO തൻ്റെതായിട്ടുള്ള വഴിയിൽ ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഇവർ കുടുക്കുകയായിരുന്നു, ഇതൊരു തരത്തിലുള്ള ഒരു ഹണി ട്രാപ്പാണെന്ന് CPOയ്ക്ക് മനസ്സിലാകുകയും ഇതിനെ തുടർന്ന് പാലാരിവട്ടം പോലീസിന് തന്നെ CPO പരാതി നൽകുകയും ചെയ്തത്. തുടർന്ന് പാലാരിവട്ടം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബൈജുവിന്റെ നടപടി ശരിയായില്ല, അല്ലെങ്കിൽ ഈ പരാതി പോലും, ഈ മാല കാണാനില്ല എന്ന് രമ്യ എന്ന യുവതി നൽകിയ പരാതി പോലും വ്യാജമാണെന്ന് പാലാരിവട്ടം പോലീസിന് മനസ്സിലാകുകയും പോലീസ് ഇതിൽ അന്വേഷണം നടത്തുകയും ചെയ്തു. അങ്ങനെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ഇത് വ്യാജ പരാതിയാണെന്നും ഇത് ഒരു തരത്തിലുള്ള ഹണി ട്രാപ്പാണെന്നും മനസ്സിലാക്കുകയും ചെയ്തു. അതിൽ 1ാം പ്രതിയായി പാലാരിവട്ടം SI ആയിട്ടുള്ള ബൈജുവിനെ 1ാം പ്രതിയാക്കി. 2ാം പ്രതിയായിട്ടുള്ള ഇവരുടെ ഷിഹാം ഒരു ഗുണ്ട എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഷിഹാമാണ് ഈ യുവതിയെയും SI ആയിട്ടുള്ള ബൈജുവിനെയും സഹായിക്കുന്നത്. അതായത് ഈ CPO അല്ലെങ്കിൽ മറ്റാ സ്പായിൽ വന്ന് പോയിട്ടുള്ളവരെ വിളിച്ച് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും പണം കൈപ്പറ്റുകയും ഒക്കെ ചെയ്യുന്നത് ഷിഹാമാണെന്നാണ് പോലീസ് പറയുന്നത്. ഷിഹാമിനെ 2ാം പ്രതിയാക്കിയും ഈ സ്പാ സെന്ററിലെ ജീവനക്കാരിയായിട്ടുള്ള രമ്യയെ 3ാം പ്രതിയാക്കിയും പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ രീതിയിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ ഇത് വ്യാജമാണെന്ന് മനസ്സിലായി. SI ഇതിൽ കാണിച്ച നടപടി, അല്ലെങ്കിൽ SI ഈ സ്പാ ജീവനക്കാരിയും ഷിഹാമും തമ്മിൽ SIക്ക് ബന്ധമുണ്ടെന്ന് പോലും
അന്വേഷണ സംഘത്തിന് മനസ്സിലാകുകയും ചെയ്തു. ഈ CPO നൽകിയ 4 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപയാണ് ബൈജു സ്വന്തമാക്കിയതെന്ന് പോലും, ബൈജുവിന്റെ അക്കൗണ്ടിൽ എത്തിയതെന്ന് പോലും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇത് CPOയ്ക്ക് മാത്രമല്ല ഇതുപോലുള്ള അനുഭവം ഉണ്ടായത്, ആ സ്പായിൽ വന്നു മടങ്ങിയ മറ്റ് ചിലരെയും ഇത്തരത്തിൽ ഹണി ട്രാപ്പിലൂടെ പണം തട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പണം ഭീഷണിപ്പെടുത്തി പണം കൈപ്പറ്റാൻ SI ബൈജുവും ഷിഹാമും മായയും ഇത്തരത്തിലുള്ള നിരവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് തന്നെ പോലീസിന് മനസ്സിലായിട്ടുണ്ട്. കൂടുതൽ പരാതിക്കാരെ ഇതിൽ ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുകയാണ്. എന്തായാലും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. എത്ര പേർ ഇങ്ങനെ പരാതിയുമായി രംഗത്തേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നത് സംശയകരമാണ്. കാരണം പലപ്പോഴും ഈ സ്പാ ബിസിനസ് അല്ലെങ്കിൽ സ്പായിൽ പോകുന്നത് കേരളത്തിൽ അത് നിയമവിധേയമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് എന്തൊക്കെയോ ചില മാനങ്ങളിൽ അത് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നവരാണ് ഭൂരിഭാഗം. ഇപ്പോൾ CPO ഭീഷണിപ്പെടുത്തുന്നതും അത്തരത്തിലാണല്ലോ. അതവിടെ നിൽക്കട്ടെ. ഒരു ഇടനിലക്കാരനുണ്ട് ഈ SI ബൈജുവിനപ്പുറം, അല്ലെങ്കിൽ ആ സ്പാ ജീവനക്കാരിക്കും അപ്പുറം ഒരു ഇടനിലക്കാരൻ. അയാളൊരു ഗുണ്ടയാണെന്ന് പോലീസ് തന്നെ പറയുന്നു. അപ്പോൾ ഇതൊരു നല്ല കൂട്ടുകെട്ടല്ല. നേരത്തെ ഈ സ്പാകളുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ അന്ന് പുട്ട വിമലാദിത്യ തന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്, 2 പോലീസുകാർക്ക് ഈ സ്പാ നടത്തിപ്പുമായി ഡയറക്റ്റ് ബന്ധമുണ്ട്, നേരിട്ട് ബന്ധമുണ്ട്, അവരെ സസ്പെൻഡ് ചെയ്തതാണെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോലീസിന് ഇത്തരത്തിലുള്ള അവിശുദ്ധ ബന്ധങ്ങൾ അത് ഒരു സ്പാ ബിസിനസ് എന്നുള്ളതല്ല, അതിനുമപ്പുറത്തേക്ക് അനാശാസ്യ കേന്ദ്രങ്ങളുമായി പോലും ബന്ധമുണ്ട് എന്നുള്ള തരത്തിലേക്ക് ഒരുപാട് ചർച്ചകൾ ഉണ്ടായ സംഭവമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലാരിവട്ടത്തെ ഈ SI ബൈജുവിൻ്റെ ഈ ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ഹണി ട്രാപ്പ് എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന തരത്തിലുള്ള സംഭവം. അതിൽ നോക്കൂ, നവമി തന്നെ പറഞ്ഞു 4 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപ ഇയാളുടെ അക്കൗണ്ടിലേക്ക് എത്തി എന്നുള്ളത്. അപ്പോൾ എത്രമാത്രം പേർ ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളത് നിസ്സംശയം പറയാം. കൊച്ചിയിലെ പോലീസിലെ കള്ളനാണയങ്ങൾ അത് പുറത്തു വരേണ്ട സമയമായില്ലേ? തീർച്ചയായും എൽദോ, ഈ സ്പാ കേന്ദ്രീകരിച്ചിട്ടുള്ള അനാശാസ്യം അത് ഇപ്പോഴല്ല നമ്മൾ അത്തരത്തിലുള്ള വാർത്തകളും അല്ലെങ്കിൽ പോലീസിന്റെ റെയ്ഡും ഒക്കെ അത് കുറെ നാളുകളായി പോലീസ് ഈ സ്പാകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവും അതിന്റെ മറവിൽ നടക്കുന്ന അനാശാസ്യം നടത്തുന്നവരെയൊക്കെ പിടികൂടുന്നുണ്ട്. പലപ്പോഴായി നമ്മളത് വാർത്ത നൽകിയിട്ടുമുണ്ട്. ഇപ്പോൾ ഈ രമ്യയുടെ ഈ സ്ഥാപനം പോലും ഇത്തരത്തിൽ പോലീസിന്റെ നിരീക്ഷണത്തിലുള്ള ഒരു സ്ഥാപനം എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കുറച്ചുകൂടി പരിശോധന ശക്തമാക്കുകയാണ്. ഈ അനാശാസ്യം നടത്തുന്ന സ്പായുടെ മറവിൽ നടത്തുന്ന അനാശാസ്യം അതിലേതെങ്കിലും പോലീസുകാർക്ക് ഇത്തരത്തിൽ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആളുകളെ തട്ടിപ്പ് നടത്തുന്നതിനും പണം തട്ടിയെടുക്കുന്നതിനും ഏതെങ്കിലും പോലീസുകാർക്കും ഇതിൽ ബന്ധമുണ്ടോ, അവരുമൊക്കെ ഈ സ്പായുടെ മറവിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വ്യാപകമായിട്ടുള്ള കൊച്ചി കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് കടക്കുന്നത്. അതിന്റെ ആദ്യഘട്ടമായി ഇപ്പോൾ ഈ ബൈജു എന്ന പോലീസുകാരനെ എത്രയും വേഗം പിടികൂടിയ ശേഷം അയാളെ വിശദമായി ചോദ്യം ചെയ്യുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത ലക്ഷ്യം. കാരണം ഇതേപോലെ ഈ CPOയെ പോലെ എൽദോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്ര പേര് പരാതിയുമായി വരാൻ തയ്യാറാകുമെന്നറിയില്ല. എങ്കിൽ പോലും പോലീസ് അതിനായി കാത്തിരിക്കുകയാണ്. രഹസ്യമായിട്ടെങ്കിലും ഇങ്ങനെ പണം പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, SI ഭീഷണിപ്പെടുത്തി പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പരാതിക്കാർ വരികയാണെങ്കിൽ അതിരഹസ്യമായി തന്നെ അവരിൽ നിന്ന് പരാതി എഴുതി വാങ്ങി ആ രീതിയിലേക്ക് പോലും തെളിവുകൾ ശേഖരിച്ച് ശക്തമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പാലാരിവട്ടം പോലീസിന്റെ തീരുമാനം. ആ രീതിയിലേക്കുള്ള അന്വേഷണം ഇപ്പോൾ കടന്നു കഴിഞ്ഞു. എന്തായാലും ഈ അനാശാസ്യ കേന്ദ്രങ്ങൾ, സ്പായുടെ മറവിൽ നടക്കുന്ന അനാശാസ്യം അതിനെതിരെ കടുത്ത നടപടിയെടുക്കുക, അല്ലെങ്കിൽ അതൊക്കെ പൂട്ടുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് പോലീസിന്റെ ഒരു അന്വേഷണം ആ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും കമ്മീഷണർ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണം തരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതാദ്യമായല്ല ഇത്തരത്തിൽ പോലീസുകാർ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ പോലീസുകാർ പോലും ഈ ആളുകളെ, ഇരകളെ ഭീഷണിപ്പെടുത്തി, അതാണ് ആദ്യമായിട്ടല്ല പോലീസുകാർ ഇത്തരത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. ജോർജ് ജോസഫ്, മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ, ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, കൊച്ചിയിലെ SI ബൈജുവിന്റെ കഥ കേട്ട് കാണുമല്ലോ. സഹപ്രവർത്തകൻ അല്ലെങ്കിൽ കാക്കി അണിഞ്ഞ മറ്റൊരു പോലീസുകാരനെയാണ് പറ്റിച്ചത് അതിവിദഗ്ധമായി. ഹണി ട്രാപ്പ് നിസ്സംശയം പറയാം. ഇത്തരത്തിൽ ഒരുപാട് കള്ളനാണയങ്ങളുണ്ടോ പോലീസിൽ? എന്താണ് താങ്കളുടെ അനുഭവം? കൊച്ചിയിൽ തന്നെ ഇതിനു മുമ്പ് 2-4 സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. നമുക്കത് മറക്കാൻ പറ്റുമോ? കഴിഞ്ഞ ഒരു 5-8 മാസം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു ബ്രോത്തൽ ഹൗസില്
കുറെ പേര് വർഷങ്ങളായിട്ട് അവിടെ ബ്രോത്ത് ഹൗസ് നടത്തുന്നത്. അതിന്റെ പിന്നില് ചില പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. ആ ബ്രോത്ത് ഹൗസിൽ വരുന്ന അത് മൊത്തമായിട്ട് വരുന്ന പണത്തിന്റെ ഒരു വീതം അത് ഈ പോലീസുകാരുടെ അക്കൗണ്ടിൽ ഗൾഫിൽ നിന്നാണ് വരുന്നത്. അപ്പം പോലീസിലെ ഈ കൈക്കൂലി വ്യാപകമായി അത് ഏത് ലെവലിലേക്കും അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയല്ല, ധാരാളം പേര് പോലീസിൽ വന്നിരിക്കുന്നത് കൈക്കൂലി വാങ്ങാനും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഇതുപോലുള്ള സംഭവങ്ങൾ വെളി വരുമ്പം നമ്മളിപ്പം ഞെട്ടുന്നില്ല. അത് വ്യാപകമായി കഴിഞ്ഞു. പോലീസിൽ ഇതുപോലെയുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലരും ജോലി ചെയ്യുന്നതിനാണ് ഇപ്പം മനസ്സിലാവുന്നത്. നടപടി രണ്ട് പോലീസുകാരുടെ പേര് ഞാൻ പറയാം. SI-മാരായിട്ടുള്ള ബ്രിജേഷ് ലാലും ടി.കെ. രമേശിന്റെ അക്കൗണ്ടിലേക്ക് മാത്രം അന്ന് 5 ലക്ഷം രൂപ വരാൻ ആശ്വാസ കേന്ദ്രത്തിൽ നിന്ന് വന്നുവെന്ന് ഒക്കെ പോലീസ് കണ്ടെത്തിയിരുന്നു. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവരെയൊക്കെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണ്ട. ഇങ്ങനെയുള്ളവർ എന്തിനാണ് അവരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ട് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്ത് ദൂരെയൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്? അത് പോലീസിനെ സമൂഹത്തിന് നമുക്ക് നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അതിനകത്ത് അവനൊരു എക്സീസ് കൊടുത്ത് തിരിച്ച് സർവീസിൽ കയറി വീണ്ടും അവൻ ഈ പരിപാടി ചെയ്യില്ല. അങ്ങനെയുള്ളവരെ പോലീസിന്റെ ഇമേജ് അല്ലേ പോകുന്നത്. അതുകൊണ്ട് DGP ആഭ്യന്തര വകുപ്പ് ഒരു ദാക്ഷിണ്യം ഇവരെ ഉള്ളവർക്ക് കാണിക്കാൻ പാടില്ല. ഇപ്പം തന്നെ ഉണ്ടായ സംഭവം കണ്ടില്ലേ? അതൊരു CPO സിവിൽ പോലീസ് ഓഫീസർ അവൻ ഇടപെട്ടിരിക്കുന്നതാണ്. അതിനകത്ത് നിന്ന് കൈക്കൂലി വാങ്ങുന്നത് കണ്ടില്ലേ SI-മാര്. അപ്പൊ ഇത് ചിലത് മാത്രമേ വെളിയിലോട്ട് വരുന്നുള്ളൂ. വ്യാപകമാണ് എല്ലാ പോലീസ് സ്റ്റേഷനും. ഒരു സ്ഥലം മാത്രമല്ല, കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള തട്ടിപ്പുകൾ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. അതൊരു 10-20% ആൾക്കാർ അങ്ങനെ തന്നെയാണ്. അതിനകത്ത് നേരത്തെയൊക്കെ അതിന്റെ തോത് കുറവുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. 10-20-25% പോലീസ് ഉദ്യോഗസ്ഥർ പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഈ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് നീതി ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. കർശനമായ നടപടി എങ്ങനെ ഇത്തരത്തിലുള്ള ആളുകളെ പൊക്കാൻ കഴിയും? കാരണം പോലീസുകാർ നോക്കുമ്പോൾ അവരുടെ സഹപ്രവർത്തകരാണ്. ഒരു പക്ഷേ ഒന്ന് കണ്ണടച്ചേക്കാം എന്നുള്ള മട്ടിൽ സഹപ്രവർത്തകർ തീരുമാനിച്ചാൽ ഇവർക്ക് വീണ്ടും വിളവ് തിന്നാനുള്ള അവസരം ഒരുങ്ങുക തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു സ്ക്രൂട്ടിനി കൃത്യമായി നടക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ചെക്കിംഗ് നടക്കുന്നില്ല എന്നൊരു പ്രശ്നമില്ല. അവരുടെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ അത് ഒരു സാധാരണക്കാരനെ പോലെ അല്ലല്ലോ. അവർ കൈകാര്യം ചെയ്യുന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്ന മേഖലകളൊക്കെ അത് അനവധിയാണ്. അപ്പോൾ ഇവരുടെ അക്കൗണ്ടുകൾ, അവരുടെ ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെ സാധാരണക്കാരുടെ പോലും ഫോണുകൾ ചോർത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഊർജിതമായി എത്തേണ്ട സമയമായില്ലേ? തീർച്ചയായിട്ടും. അത് കാരണം ഇത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഈ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ളവർ കൊടുത്തിരിക്കുന്ന ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷെ അവർക്കെതിരായിട്ട് പൊളിറ്റിക്കൽ സ്വാധീനം കൊണ്ട് ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, ഷാഫി പറമ്പലിന്റെ തലക്കിട്ട് അടിച്ചിട്ട് അതൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, യൂണിഫോം ഇട്ട ആളെ അടിച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ അവിടുത്തെ SIയോ CIയോ അല്ലെങ്കിൽ USPയോ കഴിയുന്നില്ല. കാരണം അത് മനഃപൂർവ്വമല്ലേ. വെളിയിലുള്ള യൂണിഫോം ഇല്ലാത്ത ആരെങ്കിലും അടിച്ചിട്ട് ഓടി അവനെ കണ്ടുപിടിക്കുന്ന പോലീസാണ്. അപ്പൊ ആ പോലീസിൽ അവിടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരുത്തൻ അടിക്കുന്നത് നമ്മളും കണ്ടു, എല്ലാവരും കണ്ടു. അതിന്റെ CCTV ദൃശ്യത്തിൽ കൂടെ നമ്മളെല്ലാം കണ്ടു. പക്ഷെ അയാൾ ആരാണെന്ന് ഇന്ന് വരെ മിണ്ടുന്നില്ല പോലീസ്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു നയം പോലീസിലുണ്ട്. അത് എന്ത് കാരണത്തിലാണ്? രാഷ്ട്രീയമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം. അതുകൊണ്ട് പോലീസിന്റെ ഇമേജ് ദൈനംദിനം മോശമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തില്. ഓരോ ദിവസം ഇതുപോലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ട് DGP അതുപോലെ ആഭ്യന്തര വകുപ്പും അടിയന്തരമായിട്ട് ശ്രദ്ധിക്കണം. കൃത്യമായ നടപടി വേണം. ഇങ്ങനെയുള്ളവരെ സർവീസിൽ നിന്ന് കളയാൻ പഠിക്കരുതേ. ഇവിടെ ഒരു മാങ്ങ പൊട്ടിച്ചവനെ നിഷ്കരണം കളഞ്ഞല്ലോ. അത് ഒരു 2 മാങ്ങ അയാൾ അവിടെ നിന്ന് പൊട്ടിച്ചുകൊണ്ട് പോകുന്നത് CCTV കണ്ടു. പിന്നെ അയാൾ സർവീസിലില്ല. അപ്പം അത് ഡയറക്റ്റ് എവിഡൻസിനാണ് തോന്നിയുകൊണ്ടായിരിക്കും കളഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും സർവീസിൽ തിരിച്ചു വരുന്ന വന്നോട്ടെ. അത് 10-15 വർഷം കഴിഞ്ഞൊക്കെ എത്തുള്ളൂ. കാരണം ഹൈക്കോടതി, സുപ്രീം കോടതി വരെ പോയിട്ടൊക്കെ കറങ്ങി വരുള്ളൂ. അപ്പോൾ അവർ പഠിക്കാനുള്ളത് പഠിച്ചോളും. അതുകൊണ്ട് കൃത്യമായ നടപടി വേണം ഈ കാര്യത്തില്. അതിന് യാതൊരു രാഷ്ട്രീയവും DGP-മാരും അതുപോലെ IG-മാരും ADGP-മാരും ഒന്നും അതിനൊന്നും ഒരു രാഷ്ട്രീയ സ്വാധീനം ഏക്കാത്ത രീതിയിലുള്ള നടപടി കർണാടകത്തിൽ കുറിച്ചാൽ മതി. അത് കോടതിയിൽ ആരെങ്കിലും കൊണ്ടുപോകും, അല്ലാതെ അത് സപ്രസ് ചെയ്യരുത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊന്നും നമുക്ക് വെച്ചു വായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ 2 പേര് CPI-യുമായി SI സർവീസിൽ നിന്ന് കളയാനുള്ള നടവിലോട്ട് അങ്ങ് പോകണം. അവരിനി സർവീസിൽ കാണരുത്. അവരുടെ ഒരു സേവനം. CPO എന്താ തെറ്റാണ്? CPO അതിന്റെ അകത്ത് ഇരയായി പോയ ആളല്ലേ? അയാളൊരു സ്പായിൽ പോകുന്നത് അത് ഇല്ലീഗൽ അല്ലല്ലോ. അത് വ്യത്യാസമുണ്ട്. ഈ സ്പായെന്ന് പല സ്പായിൽ എന്താ നടക്കുന്നതെന്ന് അറിയാവോ? അത് നമ്മൾ ആലോചിക്കണം. ഞാൻ തെളിച്ച് പറയുന്നില്ല. പല
അപ്പൊ അയാൾക്ക് അവിടെ പോകേണ്ട കാര്യമില്ല. അയാൾ ഒരു ഒഫീഷ്യലായിട്ട് പോകുന്ന പോകണം. അല്ലാതെ ഇവന്മാർ ഈ സ്പായി കയറി നടക്കണത് എന്തിനെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ നിന്നൊക്കെ കളക്ഷൻ ഉണ്ടെന്ന് മന്ത്ലി കളക്ഷൻ ഉണ്ട്. ചിലപ്പം വഴിവിട്ട് സഞ്ചരിക്കുന്ന സ്പായ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും അവർ മന്ത്ലി പൈസ കൊടുക്കുന്നുണ്ട്. അപ്പം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെയുള്ള ഒരു നമ്മളൊക്കെ സർവീസ് ചെയ്തിരിക്കുമ്പോൾ ഒരു ഹോട്ടലിൽ ഒരു ബാറൊക്കെ ഹോട്ടലിൽ പോലും ഒരു ഫുഡ് കഴിക്കാൻ കയറൂല. കാരണം ആൾക്കാർ കാണും, ആൾക്കാർ അറിയും, അയാൾ കുടിയനാണ്, ഇതേ ബാറിൽ കയറി അവിടുന്ന് ഷെയർ വാങ്ങിക്കും അല്ലെങ്കിൽ അവിടുന്ന് കൈക്കൂലി വാങ്ങിക്കാൻ പോയതാണ്. അപ്പൊ അത് ഇത്ര സൂക്ഷിച്ചാണ് ഞങ്ങളൊക്കെ വരുന്നത്. അങ്ങനെയാണ് പോലീസ് പോകേണ്ടതും. ഇപ്പം സർവ്വ സ്ഥലത്ത് യുവമാരുണ്ട്, അത് കൊള്ളത്തില്ല. അതിലൊന്നും വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കേസ് ഉണ്ടെങ്കിൽ മാത്രം വിസിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇമാർ എന്തിനാ അവിടെ പോകുന്നത്? സ്പാ അതൊരു വേറെ വിഷയമാണ്. മാത്രമല്ല സ്പാ ലീഗലി നടത്താൻ കേരളത്തിൽ അനുമതിയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നടക്കുന്ന ഒരുപാട് സ്പാകളുമുണ്ട്. അതുകൊണ്ട് അതിന് നമുക്കൊന്നും കുറ്റം പറയാൻ കഴിയില്ല. അത് ഈ CPI പോയത് ഏത് തരത്തിലാണെന്നൊക്കെ അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ബെന്നി ജനപക്ഷം സാമൂഹ്യ പ്രവർത്തനം കൂടി നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ബെന്നി, താങ്കൾ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണല്ലോ. ഒരുപാട് പോലീസുകാരെ ദൈനംദിനം കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നടന്ന സംഭവങ്ങളിൽ വ്യക്തമാവുന്നത് അതിൽ കൃത്യമായിട്ടുള്ള ഒരു നെക്സസ് ഉണ്ട് എന്നുള്ളതാണ്. അത് ആസൂത്രിതമായി തന്നെയാണ്. അതൊരു CPO ആണെന്ന് അറിഞ്ഞുകൊണ്ടാണോ ഇവർ ഈ ഹണി ട്രാപ്പ് ചെയ്തത് എന്ന് മാത്രമാണ് സംശയകരം. അല്ലെങ്കിൽ ഒരു പോലീസുകാരനെ മറ്റൊരു പോലീസുകാരൻ അറിഞ്ഞുകൊണ്ട് കുടുക്കിയതാണോ? അറിയില്ല, ചിലപ്പോൾ ആയിരിക്കാം. അതിനും അപ്പുറത്തേക്ക് ഈ കൊച്ചിയിലെ പോലീസ് എങ്ങനെ? കൊച്ചിയിലെ പോലീസ് കേരളത്തിലെ പോലീസ് എന്നൊന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പൊ കേരളത്തെ പോലീസിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതിന്റെ ഭരണത്തലവന്മാരായ DGP മുതൽ മുഖ്യമന്ത്രിയാണല്ലോ ആഭ്യന്തരമന്ത്രി. അവരുടെ കഴിവുകേട് പിന്നെ അവരുടെ അടിമത്തം ഒക്കെയാണ് ഈ പോലീസിന്റെ ട്രേഡ് യൂണിയൻ ഇതൊക്കെ കാരണം ഒരാളെയും ശിക്ഷിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ശിക്ഷയില്ലാത്ത ഒരു വകുപ്പ് എന്ന് പറഞ്ഞ പോലീസാണ്. പോലീസുകാർക്ക് അറിയാം അവരെന്ത് തോന്നിവാസം കാണിച്ചാലും അവർക്ക് ശിക്ഷയില്ല. പിന്നെ സസ്പെൻഷൻ, അതൊരു അനുഗ്രഹമാണല്ലോ. 3-4 മാസം പശുത്തൊഴുത്തോ മോളുടെ കല്യാണമൊക്കെ നടത്തിയിട്ട് ശമ്പളവും ഉദ്യോഗക്കയറ്റവും കൂടി കൊണ്ടുവരാം. എനിക്ക് കേരളത്തിലെ പോലീസുകാരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. DGPനോടും മുഖ്യമന്ത്രിനോടുമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഏറ്റവും തെമ്മാടിത്തരം കാണിക്കുന്നത് പോലീസാണ്. പക്ഷെ പോലീസുകാർക്ക് അറിയാം അവരെന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ഹോം ഡിപ്പാർട്ട്മെന്റ് എന്ന് പോലീസിനെ ഹോം ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കണത് എന്തുകൊണ്ടാ? എത്ര പോലീസുകാർക്ക് അറിയാം? അവരെ നമ്മൾക്ക് സംരക്ഷണവും നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം തരുന്ന ഒരു വകുപ്പാണ് ഹോം. അതായത് ജനങ്ങളോടൊപ്പം നിൽക്കണം. പക്ഷെ ഇന്നത്തെ പോലീസുകാർ രാഷ്ട്രീയക്കാരോടൊപ്പം ഗുണ്ടകളോടൊപ്പമാണ് നിൽക്കുന്നത്. അതിനൊരു മാറ്റം വേണ്ട. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇതൊരു ട്രാപ്പാണ്. ഇത് പോലീസ് തന്നെ മിക്കവാറും ആ ഉദ്യോഗസ്ഥൻ സത്യസന്ധമായിട്ട് ആരെയും വകവെക്കാണ്ട് കൃത്യമായി ജോലി ചെയ്യുന്ന ആളായിരിക്കണം. കാരണം ഈ നല്ല പോലീസുകാർ, നമുക്കിപ്പോ ജേക്കബ് തോമസിന്റെ IPSന്റെ ഒക്കെ അനുഭവം അറിയാലോ. ഒരു കാര്യം കൂടി പറയാലോ, ഇവിടുത്തെ ഏറ്റവും നല്ല പോലീസ് എന്ന് പറയുന്നത് ഡാൻസാഫ് എന്നാ. ഈ കഞ്ചാവും മയക്കുമരുന്നും പിടിക്കുന്ന ഒരു ടീമാണ് ഡാൻസാഫ്. അതിൽ എത്ര കൊള്ളക്കാരുണ്ടെന്നറിയോ? ഞാൻ ഒരു വോയിസ് മെസ്സേജ് ഈ ഇടയ്ക്ക് DGPക്കും ഒക്കെ വിട്ടിരുന്നു. എന്താണെന്നറിയോ? നിങ്ങൾക്കറിയാം ഞാനൊരു പത്രപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനൊക്കെയാണ്. എന്റെ അടുത്ത ഒരു ദിവസം മണികണ്ഠൻ എന്ന് പറഞ്ഞ ഒരാളും കുറച്ച് ഡാൻസാഫിലെ 2-3 പോലീസുകാരും കൂടി വന്നേക്കാണ്. നമുക്ക് മരട് നെട്ടൂർ ഭാഗത്ത് ഈ കഞ്ചാവ് മയക്കുമരുന്ന് സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ ഉണ്ട്. ഞങ്ങളത് പിടിക്കുമ്പോൾ താങ്കൾ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്ന് അത് പിടിക്കണം, എന്നിട്ട് നമുക്ക് സെറ്റിൽമെന്റ് ചെയ്യാം 50-50 എന്നോട് പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടേ. അത് അങ്ങനെ ചിലപ്പോ എന്നെ ട്രാപ്പ് ചെയ്യാനോ എന്നെ പരിശോധിക്കാനോ ആയിരിക്കും വന്നത്, അതെനിക്കറിയണ്ട. പക്ഷെ അങ്ങനെ ഡാൻസ് ഓഫിലെ പോലീസുകാരും ഒരു മൂന്നാമൻ ഒരു ബ്രോക്കറുമായിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറയും നമുക്കിങ്ങനെ സ്വർണം പിടിക്കുമ്പോ വലിയ ഡാൻസ് ഓഫിലെ വലിയ ഉദ്യോഗസ്ഥരൊക്കെ കോടികളാണ് സമ്പാദിക്കണം. ഈ പോലീസുകാർ നന്നാവാൻ 2 കാര്യവും കൂടി പറയാം. ഒന്ന്, പോലീസുകാർക്ക് കർശനമായ ശിക്ഷ കൊടുക്കണം. 2, ഈ IPS കിട്ടിയ ഉദ്യോഗസ്ഥര് പ്രത്യേകിച്ചും കൂടുതലും കാല് നക്കി നിൽക്കണവരാ. കാരണം അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. രാഷ്ട്രീയ ഇടപെടലുകൾ അങ്ങനെയാണ്. ഇവിടുത്തെ പോലീസുകാർക്ക് എങ്ങനെയാണ് ഇത്ര കോടികൾ ഉണ്ടാവണം എന്ന് ഇന്നേ വരെ ചിന്തിച്ചിട്ടുണ്ടാ? ഇപ്പൊ ഒരു ബിസിനസ്സുകാരനായാൽ അവന് കോടികൾ ഉണ്ടാവും. ഇവിടുത്തെ ചില IPS ഉദ്യോഗസ്ഥർക്ക്, ചില സർക്കിൾ ഇൻസ്പെക്ടർക്ക്, ചില DYSPക്ക് കോടികളുടെ സമ്പാദ്യം ഉണ്ടാവുമ്പോ നമ്മളൊക്കെ എന്താ പിണ്ണാക്കാണ് അതിനത്. ഏതായാലും കേരളത്തിലെ പോലീസിന് രാഷ്ട്രീയമില്ലാത്ത കേസുകൾ തപ്പുകയാണെങ്കിൽ, അന്വേഷിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പോലീസാണ്. പക്ഷെ രാഷ്ട്രീയ ചായ്വോ ഉന്നതനോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ അമേരിക്കയിൽ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രി ചികിത്സക്ക് പോണ പോലെ അമേരിക്കയിൽ നിന്ന് പോലീസിനെ കൊണ്ടുവരേണ്ടി വരും. രാഷ്ട്രീയക്കാരെ ഇപ്പൊ അയ്യപ്പന്റെ സ്വർണം കട്ടത് അടക്കം
എനിക്ക് തോന്നുന്നില്ല കേരളത്തില് ഇപ്പോൾ എപ്പോഴും ഇപ്പൊ താങ്കളുടെ അടുത്ത് വന്നു എന്ന് പറഞ്ഞു 50-50 എന്നുള്ളതായിരുന്നു ഒരു ഓഫർ. ഇപ്പോൾ ഈ കേസിലും ഒരു ഷിഹാം എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ 4 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപയാണ് SIയുടെ അക്കൗണ്ടിലേക്ക് വീണത്. അപ്പോൾ ഈ ഇടനിലക്കാർ എന്നുള്ളത് അതെന്താണ്, എങ്ങനെയാണ് ആ നെക്സസിനെ വിശേഷിപ്പിക്കുക? അത് പോലീസിന്റെ ഡയറക്റ്റ് ഏർപ്പാടാണോ അതോ അതിനപ്പുറത്തേക്ക് ഈ ഇടനിലക്കാരുടെ ആസൂത്രണമാണോ? ഇതിൽ പോലീസും ബ്രോക്കറുമാണ് വില്ലന്മാര്. പോലീസുകാർ തന്നെ ബ്രോക്കറെ അറേഞ്ച് ചെയ്യും. അവര് മനസ്സിലാവട്ടെ, അവര് അവിടെ അറേഞ്ച് ചെയ്ത് അവരത് കണ്ടീഷൻ ആക്കിക്കോളും. അതാണല്ലോ എന്റെ അടുത്ത് വന്നത്. ഞാൻ ആ വോയിസ് ന്യൂസ് 18 വിട്ടുകൊടുത്തിരുന്നിട്ടാ. ന്യൂസ് 18 ACVയുടെ ഡാനി പോളിന് ഞാൻ വിട്ടുകൊടുത്തിരുന്നു. എടാ എന്റെ അടുത്ത് ഇങ്ങനെ 2 മീറ്റിംഗാണ് അവര് ഞാനായിട്ട് അറേഞ്ച് ചെയ്തത്. ഒന്ന് ഗോകുലം പാർക്കിംഗ് ഹോട്ടലിൽ വെച്ചിട്ട്, ഒന്ന് വേറെ സ്ഥലത്ത്. എന്നിട്ട് എന്നോട് പറയണേ നമുക്ക് ഇങ്ങനെ സ്വർണവും മയക്കുമരുന്നൊക്കെ പിടിക്കുമ്പോ അത് പിടിച്ചു കഴിഞ്ഞാൽ 50-50. അപ്പൊ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയണത്. ഓക്കെ, ഇത് മാത്രമല്ല കൊച്ചിയിലെ പോലീസിനെ ഞാൻ എടുത്ത് ആദ്യം ചോദിക്കാൻ കാരണം, എന്തുകൊണ്ട് കൊച്ചിയിലെ പോലീസ് എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ കാരണം, കൊച്ചിയിലെ പോലീസിനെ പറ്റി നേരത്തെയുള്ള ഒരുപാട് കഥകളുണ്ട്. അതായത് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഈ സ്വകാര്യ ബസ് സർവീസുകൾ പൂർണ്ണമായും ഇവരുടെ അണ്ടറിലാണ്. ഇനി ആ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം കൊച്ചിയിൽ അതൊരു ക്രിമിനൽ സ്വഭാവത്തിലേക്ക് പോലും മാറിയിട്ടുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും. അതിലെ ഡ്രൈവർമാർ ഒരു ഗുണ്ടാ കേസുകളിൽ പിടിയിലായ ആളുകളെ പോലും ഡ്രൈവർമാരായി അപ്പോയിന്റ് ചെയ്യുക, അതായത് ഇവരുടെ ബസ്സുകളിൽ അവരുടെ പേരിലായിരിക്കില്ല, പക്ഷെ അതിന് പിന്നിലെ ശക്തി ഈ പോലീസുകാരാണ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി ഓട്ടോറിക്ഷ, അങ്ങനെ എത്ര മേഖലകളിലാണ് പോലീസ് അവരുടെ പണിക്കുമപ്പുറം ഒരു മറ്റു പണികളുമായി നീങ്ങുന്നത് എന്നുള്ളത് വ്യക്തമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ടോ ബെന്നി? തീർച്ചയായിട്ടും കൊച്ചിയിലെ പോലീസുകാർ അങ്ങനെ മോശമൊന്നല്ല. കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന്, കഞ്ചാവ്, പെണ്ണ് കച്ചവടം, സ്ഥലക്കച്ചവടം, ബ്രോക്കർ, പലിശ, ഗുണ്ടായിസം, തട്ടുകടയിലെ ഗുണ്ടായിസം, ഈ സകല ഉടായ്പം നടക്കുന്ന സ്ഥലം കൊച്ചി ആയതുകൊണ്ട്. അല്ലാണ്ട് കൊച്ചിയിലെ പോലീസുകാർ മോശമായിട്ടല്ല. പിന്നെ പിന്നെ ഈ പോലീസുകാർ തന്നെ എത്ര രൂപ ഇവിടുത്തെ MLAക്ക് MPക്കൊക്കെ ഇവിടെ തന്നെ ഇരിക്കാൻ കൊടുക്കണ്ടെന്നറിയോ? പാർട്ടി ഓഫീസിലേക്കൊക്കെ. അതായത് ഇവിടെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ തേവരയിൽ നിന്ന് കച്ചേരിപ്പടിക്കയിൽ കസ്ബയിലേക്ക്, കസ്ബയിൽ നിന്ന് സെൻട്രലിൽ നിന്ന് കളമശ്ശേരിയിൽ നിന്ന് തൃക്കാക്കര. സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ കിടന്ന് കറങ്ങാന്നാണ്. അവർക്ക് കൃത്യമായ മാറ്റമൊന്നുമില്ല. എനിക്കറിയാം എറണാകുളത്തൊക്കെ ഒത്തിരി പോലീസുകാര് ജന്മത്ത് അങ്ങോട്ടും മാറില്ല. പിന്നെ ഇതൊക്കെ പറയുമ്പോ ഇവരൊക്കെ മൂക്കി കയറ്റിക്കളയണതും, എനിക്കൊക്കെ എതിരെ എന്തോരം കള്ളക്കേസാണ് പോലീസ് എടുത്തേക്കണമെന്ന് അറിയാം. അതൊക്കെ ഞാൻ ഫൈറ്റ് ചെയ്ത് ജയിച്ചു. ഈ പോലീസുകാർക്കുള്ള ഒരു ഗുണം, 10 പൈസയുടെ മഷിയിൽ ഒരു FIR ഇട്ടാൽ, ഒരു കള്ളക്കേസ് എടുത്താൽ, ഞാൻ ജാമ്യം എടുത്ത് 14 കൊല്ലം 20 കൊല്ലം ഒക്കെയാണ് കേസ് നടത്തണം. പക്ഷെ ഞാനിത് ശീലമായി. അതുകൊണ്ട് പോലീസ് എന്നെ മൂക്കി കയറ്റിക്കളയുന്നു. ഞാൻ പോലീസിനെ ബഹുമാനിക്കുന്ന ഒരാളാ. കാരണം ഒരു മണിക്കൂർ കേരളത്തിൽ പോലീസ് ഇല്ലെങ്കിൽ മലയാളിക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല. പക്ഷെ പോലീസിനെ വിമർശിക്കുമ്പോൾ, അല്ലെ പോലീസ് നന്നാവാൻ വേണ്ടി നമ്മളെ പോലെ പൊതുപ്രവർത്തകർ ഒരു കാര്യം പറയുമ്പോൾ നമ്മളെ എത്ര പേര് ഉപദ്രവിക്കുമെന്നറിയോ? അപ്പൊ ഇതിന്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ഒരു കാര്യം കൂടി പറയാല്ല, പണ്ടൊക്കെയാണ് എന്റെ ഭായി ഇവിടെ മോഷണം, അഴിമതി ആരും അറിയാണ്ടാണ് കള്ളത്തരം നടക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല. DGPയും മുഖ്യമന്ത്രിയും ഇവിടുത്തെ ജില്ലാ കളക്ടറും അങ്ങനെ വലിയ ആൾക്കാരെ എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ കളവ് നടക്കുന്നത്. ഇതൊരു കോക്കസായി മാറി. ഇതിനൊക്കെ കമ്മീഷൻ ഉണ്ട്, ഇത്ര പെർസെന്റേജ്. ഇനി അതിൽ കൂടുതൽ ഞാൻ വല്ലതും പറയാനുണ്ടോ? ഇത് ഒരു സ്പാ റിലേറ്റഡ് കേസ് ആയതുകൊണ്ട് അതുകൂടി ഒന്ന് ചോദിക്കട്ടെ. ഈ കൊച്ചിയിൽ തന്നെ, കൊച്ചി നഗരത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും സ്പാകൾ ഉണ്ടാവും. അത്രമാത്രം വലിയ തോതിൽ ഒരു ബിസിനസ്സായി വളർന്നിട്ടുണ്ട്. അത് വളരെ ഭംഗിയായി നടത്തുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ ചില പുഴുക്കുത്തുകളുമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഈ പോലീസിന്റെ നിരീക്ഷണം ഉണ്ടാകുന്നില്ലേ? അല്ലെങ്കിൽ അതിൽ പോലീസിന് കണ്ണടച്ചു വിടുന്നതാണോ? സ്പാകളാണ് അതിന്റെ പിന്നിൽ നടക്കുന്നത് എന്താണെന്നുള്ളതൊക്കെ പലപ്പോഴും വ്യക്തമാകാറുണ്ട്. ഇടയിലൊക്കെ ഒരു പൊട്ടിനും പൊടിക്കും ഒരു റെയ്ഡും വരാറുണ്ട്. അതിനും അപ്പുറത്തേക്ക് പോലീസിന്റെ ഒരു മൗന അനുവാദം ഇത്തരം കാര്യങ്ങൾക്കുണ്ടോ? ഈ ചോദ്യം എന്നോട് ചോദിക്കുമ്പോ ഈ കുളത്തിൽ കിടക്കണ തവള വെള്ളം കുടിക്കുമെന്ന് ചോദിച്ച പോലെയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്പാ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ എറണാകുളത്ത് 2 വീട്ടുകാർക്ക് ഒരു തിരുമൽ കേന്ദ്രം വരെ ഉണ്ട്. പിന്നെ എന്റെ പൊന്നുബായി വെറുതെ തിരുമണെടുത്ത് എത്ര പേര് പോവും? കോട്ടക്കലും മറ്റ് വലിയ തിരുമൽശാല ഇവിടെ ഈച്ചം പിടിച്ചിരിക്കുവാണ്. ഈ സ്പാ എന്ന് പറയണത് കുറച്ചും കൂടി ഒരു മോഡിഫൈഡ് തിരുമലാണല്ലോ. നമ്മളൊക്കെ പേര് കേട്ടാൽ തിരുമലുകാരുള്ളതല്ലേ. എന്തോരം വൈദ്യമഠങ്ങൾ ഇവിടെ ഉണ്ട്. എന്താ അവിടെ പോകാത്തത്? കാശ് കൂടിയിട്ടാണ്? ഒന്നുമല്ല. ഇപ്പൊ എല്ലാ ജംഗ്ഷനിലും 10 സ്പാ ഉണ്ട്. ദുബായിൽ സ്പായുടെ ഇങ്ങനെ കാർഡ് ഇട്ടിട്ട് ഇപ്പൊ പോലീസ് പിടിച്ചു തുടങ്ങി അവിടെ. കാരണം നമ്മൾ ഈ കരാമ ബാർ ദുബായിലൊക്കെ റോട്ടിൽ കൂടി പോകുമ്പോ ഇങ്ങനെ കാർഡ് കിടക്കണം, സ്പാ. എന്നിട്ട് ഇതിലെഴുതും 20 വയസ്സുള്ള മദ്രാസിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, കോഴിക്കോട് നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്.
ഇതെന്താ നമ്മള് വെള്ളരിക്ക പട്ടണത്തിലാണ് ജീവിക്കണത്. കൊച്ചിയിലെ സ്പാ എല്ലാം മോശമാണെന്ന് ഞാൻ പറയണില്ല, പക്ഷെ 90% മോശമാണെന്ന് പറയാൻ എനിക്ക് പറ്റും. കാരണം അതിന്റെ പടവും പരസ്യവും അങ്ങനെയാണ്. ഇപ്പൊ തിരുമുന്നതിൽ സൗന്ദര്യമുണ്ടോ, അല്ലെ പ്രായമുണ്ടോ? അപ്പൊ അവിടെ എന്താ നടക്കണമെന്ന് ഉണ്ണുന്നവനറിയാം. പിന്നെ ഇതൊന്നും ഇവിടെ വലിയ വിഷയമല്ല എന്റെ പൊന്നി ചങ്ങാതി. കേരളത്തിൽ ഇനി ഇതൊന്നും ഒരു വിഷയമല്ല. കാശുണ്ടാക്കണവൻ ഉന്നതനും പ്രമുഖനും. MBA പഠിച്ചാലും എഞ്ചിനീയർ പഠിച്ചാലും ഡോക്ടർ പഠിച്ചാലും ഇപ്പൊ കക്കവും വേണം, മോഷ്ടിക്കവും വേണം, ആളെ പറ്റിക്കവും വേണം. അപ്പൊ ആ രീതി പോകുമ്പോ ഈ വിദ്യാഭ്യാസം തൊട്ട് ഒന്ന് മാറ്റി പിടിച്ചില്ലെങ്കിൽ, പണ്ടൊക്കെ നമുക്ക് ബാങ്ക് മാനേജർമാരൊക്കെ എന്ത് വിശ്വാസമാണ്. ഇപ്പൊ നമുക്ക് ആരെ വിശ്വസിക്കാൻ പറ്റും? ഇപ്പൊ നമുക്ക് ആരെ വിശ്വസിക്കാൻ പറ്റും? മുഖ്യമന്ത്രി ആണെങ്കിലും DGP ആണെങ്കിലും ജില്ലാ കളക്ടർ ആണെങ്കിലും സംശയത്തിന്റെ നിഴലിലാണ് എല്ലാവരും. അപ്പൊ ഇതിനൊരു മാറ്റം വരാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണം, സത്യസന്ധമായിട്ട് ജീവിക്കണവർക്ക് ഇവിടെ ജീവിക്കാൻ ഒരു അവസരം ഉണ്ടാവണം. നിങ്ങൾ ഇന്നത്തെ ചർച്ച കഴിഞ്ഞ് നാളെ വേറെ പോകും. കാരണം അയ്യപ്പനായാലും കരുവണ്ണൂർ സഹകരണ ബാങ്ക് ആണെങ്കിലും ഇവിടെ ദിവസവും 10 അഴിമതിയും 10 ബ്രേക്കിംഗ് ന്യൂസും ആണ്. ഏതായാലും ഇത്രയും നേരം സംസാരിക്കാൻ അനുവദിച്ചതിൽ നന്ദി. ശരി ശ്രീ ബെന്നി ജനപക്ഷം എന്നാലും കൊച്ചിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കൊച്ചിയിലെ സംഭവത്തിൽ താങ്കളെ ഇത്തരത്തിൽ വിശദമായി ഞങ്ങൾ സംസാരിക്കുക, അഭിപ്രായം തേടിയതും. നന്ദി പ്രതികരിച്ചതിന്. നവമി തുടരുന്നുണ്ട്. നവമി, ഇപ്പോൾ ഈ സംസാരിച്ചവരൊക്കെ പറയുന്നത് പോലെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പോലീസിനെ നിയന്ത്രിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. എല്ലാ പോലീസുകാരും മോശമാണെന്നല്ല, വളരെ കൃത്യമായി ഡ്യൂട്ടി ചെയ്യുന്ന, വളരെ കൃത്യമായി അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന പോലീസുകാരെ നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനിടയിലാണ് ഇതുപോലുള്ള ചില സംഭവങ്ങൾ. ഇനി ഇയാൾ എവിടെയാണ് എന്നുള്ളത് ഏതെങ്കിലും വിവരം പോലീസ് ലഭിച്ചിട്ടുണ്ടോ? ഇനി മറ്റൊന്ന്, ഈ സ്പാ ജീവനക്കാരിയെ പറ്റിയും. ഈ സ്പാ അത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയൊക്കെ ഒരു വളരെ വൃത്തിയായി നടക്കുന്ന ഒരു സ്പായാണോ, അതോ അതിനുമപ്പുറത്തേക്ക് എന്തെങ്കിലും ദുരൂഹത ആരോപിക്കപ്പെട്ട സ്പായാണോ ഈ കൊച്ചിയിലേത്? എന്തായാലും ഈ സ്പാ പോലീസിന്റെ നിരീക്ഷണത്തിലുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. ഇതിന്റെ മറവിൽ മുൻപ് അനാശാസ്യം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അങ്ങനെ അത്തരത്തിൽ അവിടെ നിന്ന് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പോലീസ് പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ തുടർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ആ സ്പാ. അത് പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ട്. പക്ഷേ SI ബൈജുവിനെ പോലുള്ള ഒരാളുടെ നിരീക്ഷണമാണെങ്കിൽ സ്വാഭാവികമായും അതിന് പ്രവർത്തിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയിലെ പല സ്പാകളിലും പോലീസിന്റെ ഒരു ഇടപെടലുണ്ട്. അല്ലെങ്കിൽ ഈ സ്പാ നടത്തിപ്പുകാരും പോലീസും തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്ത് തന്നെയാണ് പരസ്പരം ഇത്തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി കാശുകൾ പങ്കിട്ട് പണം പങ്കിട്ടുമൊക്കെ തന്നെയാണ് അവർ ഇത്തരത്തിൽ സ്പാ സെന്ററുകൾ നടത്തിക്കൊണ്ടു പോകുന്നതെന്ന് ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഒരു സ്പാ തന്നെയാണ് ഇപ്പോൾ പാലാരിവട്ടത്തും ഈ രമ്യ പ്രവർത്തിക്കുന്ന സ്പായും. എന്തായാലും പോലീസ് കൂടുതൽ പരിശോധന ഈ സ്പായിലടക്കം പരിശോധന നടത്തും എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ പരാതിക്കാരി രമ്യ നൽകിയ പരാതി വ്യാജമാണെന്ന് ഇതിനോടകം തന്നെ പോലീസിന് തെളിയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മാല മോഷണവും പോയിട്ടില്ല. CPO സ്പായിൽ പോയി അതിന്റെ പിന്നാലെ നടത്തിയ ഭീഷണിയും നാടകവും ഒക്കെ തന്നെയായിരുന്നു ഇതെന്ന് പോലീസിന് വ്യക്തമായി അറിയുകയും ചെയ്യാം. മറ്റൊന്ന്, ഈ SI ബൈജു എവിടെ എന്നുള്ളതാണ്. അയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. എന്തായാലും ഈ ബൈജുവിന് ഹൈക്കോടതിയിലടക്കം മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയെ സമീപിക്കാനുള്ള ഒക്കെ ഒരു കാലതാമസം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു നടപടികളിലേക്ക് പോലീസ് കടക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ടത്. കാരണം പോലീസുകാരല്ലേ, സ്വാഭാവികമായും ഈ പോലീസിന്റെ ഒരു സംരക്ഷണം എപ്പോഴും അയാൾക്ക് മേലുണ്ടാകും. ആ രീതിയിലേക്കാണോ പോലീസിന്റെ അന്വേഷണം എന്നും അറിയാൻ കഴിയുന്നില്ല. എന്തായാലും ഇതുവരേക്കും SIയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പാലാരിവട്ട പോലീസ് പറയുന്നത്. ചിലപ്പോൾ ഈ മുൻകൂർ ജാമ്യമൊക്കെ കിട്ടിയതിന് ശേഷമായിരിക്കും അയാളെ ഈ CPO ഈ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളതിന് ശേഷം ഈ പരാതിയിലേക്ക് പോകുമ്പോൾ അവിടെ CPO സ്വയമായിട്ടും ഒരു പരിശോധന നടത്തുകയും ഇയാൾ അത്ര വെടിപ്പല്ല എന്ന് ഇയാൾക്ക് ബോധ്യപ്പെടുകയുമായിരുന്നു എന്നുള്ളതൊക്കെയായിരുന്നു ഇന്നലെ വന്ന റിപ്പോർട്ട്. അപ്പോൾ ഈ ബൈജു KK ബൈജു എന്ന ഈ പോലീസുകാരൻ നേരത്തെയും ഇത്തരം ഉഡായിപ്പുകൾ എന്നൊക്കെ പറയാം അല്ലേ, അതിൻ്റെയൊക്കെ ഭാഗമായിരുന്നു? അങ്ങനെ തന്നെയാണ് പോലീസ് പറയുന്നതും. ഈ സ്പാ സെന്ററുമായി അല്ലെങ്കിൽ ആ സ്പായിൽ വന്ന പലരെയും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താൻ അല്ലെങ്കിൽ അവരിൽ നിന്ന് പണം തട്ടാൻ ഈ രമ്യയും ഷിഹാമും ബൈജുവും നിന്നിരുന്നു. അതായത് ഇവർ 3 പേരും ചേർന്ന് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു
ഹണി ട്രാപ്പും അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് കച്ചവടവും നടത്തുന്നതെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പരാതിക്കാർ വരുമോ എന്നതും കൂടി കാത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്പാ സെന്ററാണ്, അതിന്റെ മറവിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ അത് പുറത്തു പറയാൻ നാണക്കേട് കൊണ്ട് ചിലപ്പോൾ പരാതിക്കാർ വന്നെന്നിരിക്കില്ല. പക്ഷെ രഹസ്യമായി ആരെങ്കിലും പരാതിയുമായി രംഗത്തെത്തിയാൽ ആ ഒരു അന്വേഷണവും ആ രീതിയിൽ തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് ആ രീതിയിലേക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ പരാതിക്കാരുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ പിടികൂടിയ ഷിഹാമിനെ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. അയാളിൽ നിന്നും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അയാളിൽ നിന്നാണ് ഈ രമ്യയും ഈ SI ആയിട്ടുള്ള ബൈജുവും ഇവർ 3 പേരും ഒരു സംഘാംഗം തന്നെയാണ്. ഇവർ 3 പേരും ചേർന്നിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടത്തുന്നതെന്നും ഷിഹാമിന്റെ മൊഴിയിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായത്. ആ രീതിയിലേക്കും അന്വേഷണം നടക്കുന്നുണ്ട്. എത്ര രൂപയാണ് ഇവർ ഈ രീതിയിൽ തട്ടിയെടുത്തത്, ബൈജുവിന് എത്ര ശതമാനമാണ് ഈ തട്ടിയെടുത്ത പണത്തിൽ നിന്നും ലഭിക്കുക, ഇക്കാര്യങ്ങളെല്ലാം പോലീസിന് വിശദമായി ലഭിക്കണം. അതിന് ബൈജുവിനെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ. എന്തായാലും പോലീസ് SIയെ അറസ്റ്റ് ചെയ്യുമോ, പാലാരിവട്ടം പോലീസ് സ്വന്തം SIയെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കടക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എൽദോ. പോലീസിലെ ഇത്തരം വിവരങ്ങൾ, പോലീസിൽ നിന്ന് പുറത്തു വരുന്ന ഇത്തരം സംഭവങ്ങൾ, അത് നാണക്കേടാണ് ആ സേനയ്ക്ക്. ആ സേനയുടെ ഒരു മഹത്വം അത് എല്ലാവർക്കും അറിയാം. അത്രമാത്രം ഗംഭീരമാണ് കേരളത്തിലെ പോലീസിനെ പറ്റിയുള്ള അഭിപ്രായം. പക്ഷേ അതിനിടയിലാണ് ഇതുപോലെ ചില നാണംകെട്ട ഉദ്യോഗസ്ഥർ, നാണംകെട്ട പ്രവൃത്തികൾ ചെയ്യുന്നവർ, അവരെ സസ്പെൻഡ് ചെയ്ത് കുറച്ച് ദിവസം വീട്ടിലിരുത്താതെ അതിനപ്പുറത്തേക്ക് സ്ഥിരമായി ഈ പണിക്ക് പോകും എന്നുള്ള മട്ടിൽ പറഞ്ഞു വിടുക തന്നെയാണ് നല്ലത്. നവമി ദിനേശാണ് വിവരങ്ങളുമായി ചേർന്നത്. ന്യൂസ് ടെൻസ് മടങ്ങി എത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ